السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا أنصار الله صدق الله العلي العظيم. ബഹുമാനമുള്ള സ്റ്റേജിലിരിക്കുന്ന സയ്യിദ് അവർകളെ, ഉലമാക്കളെ, കമ്മിറ്റി ഭാരവാഹികളെ, മുന്നിലിരിക്കുന്ന കാരണവന്മാരെ, പ്രവർത്തകരെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഈ പ്രദേശത്ത് നടന്നു വരുന്ന മജ്‌ലിസുൻ നൂർ സദസ്സിൻ്റെ ഒരു വാർഷികമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞു. ഇന്നലെയും ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സഭ മാസത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടത്തിക്കൊണ്ട് വരികയാണ്. അതിനൊരാവേശവും ഉന്മേഷവും കൂടുതൽ ഉണ്ടാക്കുക എന്ന നിലയിൽ ഒരു വർഷമാകുമ്പോൾ കൂടുതൽ ആൾ സംഘടിക്കുകയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് ദുആ ചെയ്യിക്കുകയുമുള്ള ഒരു പതിവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. ആ നിലക്കാണ് ഇവിടെ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ ഇനിയും പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട ഇസ്ഹാഖുൽ ബാഖവി അവർകൾ ഉണ്ട്. പിന്നെ നമുക്കത് ചെല്ലാനുള്ളത് ചെല്ലുകയും ബഹുമാനപ്പെട്ട തങ്ങളവர்களுടെ ദുആയിൽ പങ്കെടുക്കുകയും എന്നുള്ള നിലക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി കൂടുതൽ ഉറക്കമൊഴിച്ചാൽ പകൽ ഫുള്ള് ഉറക്കമാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാകാൻ വല്ലാതെ നീണ്ട് പരിപാടിക്ക് ഒരിക്കൽ കുറവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാണ്ട് നീച്ചാലും ഉറങ്ങണ നേരത്തെ ഉറങ്ങാന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് വല്ലാതെ താമസിയാതെ പോകണമെന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ നീച്ചിക്കുന്നത്. അള്ളാഹു ഉദ്ദേശമാർക്കാണ് കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അനുയായികളായ നാം എല്ലാവരും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉൾക്കൊണ്ട് വിശ്വാസപരമായും പ്രവർത്തനപരമായും ഒരുപാട് ബാധ്യതകൾ ഏറ്റെടുത്തവരാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ അതിനെ വഹിച്ചു. മലകളോടും ഭൂമികളോടും ഇന്നാ അറവനൽ അമാനതല സമാവാതി വൽ അർദിൽ ജിബാൽ, ആകാശങ്ങളുടെ മേലും ഭൂമിയുടെ മേലും പർവ്വതങ്ങളുടെ മേലിലും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ വെളിവാക്കിയെങ്കിലും അവരെല്ലാം തന്നെ അത് ശരിയായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന നിലയിൽ ശരിയായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല, ഭാരമാവെന്ന് മനസ്സിലാക്കി അവർ ഏറ്റില്ല. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ആ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമും അവിടുത്തെ സന്താനങ്ങളായിരിക്കുന്ന
നമ്മളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ ആലമുൽ അർവാഹിൽ അണുക്കളെ പോലെ പുറപ്പെടുവിച്ച് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിക്കുകയും എല്ലാ മനുഷ്യരും അവിടെ വെച്ച് ബലാ അതെ എന്ന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തത് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ ഏറ്റെടുത്തവരും ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടവരും ആണ്. അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിനെ കൊണ്ട് അടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഉത്തമ മുസ്ലിമായി ജീവിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഓരോ മുസ്ലിം സഹോദരന്റെയും സഹോദരുടെയും ഹൃദയത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. ഈ ഭൗതിക ജീവിതം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതൊരു 100 വയസ്സ് ജീവിച്ചു എന്ന് വെച്ചാലും അതോടുകൂടി അവസാനിച്ചു. അപ്പോൾ മനുഷ്യന്റെ ഈ ലോകത്തുള്ള ജീവിതം വളരെ പരിമിതമായ വർഷങ്ങളോ മാസങ്ങളോ ആണ്. ഈ ജീവിതം കഴിഞ്ഞ് നാം മറ്റൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് തണലേകുന്നത് നമ്മുടെ സത്പ്രവർത്തനങ്ങൾ, നമ്മുടെ നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ, നല്ല ചിന്തകൾ, ഇതാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്. ഇസ്ലാമിൽ നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളിൽ നിന്ന് വകതിരിക്കപ്പെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ വളരെ നല്ലതായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ദുഷിച്ചതും വളരെ മോശവുമാണ് എന്നും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരികയും ചീത്ത കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ദൂരീകരിക്കുകയും ചെയ്യുന്ന എന്നുള്ള ഒരു ലക്ഷ്യം ഞാനും നിങ്ങളും ലക്ഷ്യമാക്കേണ്ടതുണ്ട്. ബദരീങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കാം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ഈ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ മഹാരഥന്മാരാണ് ബഹുമാനപ്പെട്ട ബദർ ശുഹദാക്കൾ. അബൂജഹലിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മദീനത്ത് തമ്പടിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സഹാബാക്കളെയും നാമാവശേഷമാക്കിക്കൊണ്ട് ശിർക്കിന്റെ ഗോപുരങ്ങൾ വീണ്ടും ഈ ലോകത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ സായുധരായ സകല സന്നാഹങ്ങളും ആ കാലഘട്ടത്തിലുള്ള ഒരു പോരാട്ടത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമായിക്കൊണ്ട് ആ ബദർ പ്രദേശത്തേക്ക് അവർ വരികയുണ്ടായി. അതിനെ പ്രതിരോധിക്കാൻ 300 ചില്ലാനം വരുന്ന ആയുധങ്ങൾ കുറഞ്ഞ, വാഹനങ്ങൾ കുറഞ്ഞ, സെറ്റപ്പുകൾ കുറഞ്ഞ ആ സഹാബാക്കൾ തയ്യാറായി. നാം ഏറ്റവും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും നിലനിർത്താൻ ശ്രമിക്കുന്നതും എന്താണ്? നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം നിലനിൽക്കാൻ വേണ്ടി, ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നാം തയ്യാറാവും. നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങൾക്കുമുള്ള വില എന്താണ്? ഒരു കണ്ണിനെത്ര വില, ഒരു കേൾവി ശക്തിക്ക് എത്ര വില? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൃക്ക എന്ന് പറയുന്ന സാധനം പ്രവർത്തനരഹിതമായാൽ എന്താണ് സ്ഥിതി? അവന്റെ രക്തശുദ്ധീകരണം അപകടപ്പെടുന്നു. ഡയാലിസിസ് ചെയ്യുന്നു. മാസത്തിലൊരിക്കൽ, 15 ദിവസത്തിൽ, ആഴ്ചയിൽ 2 പ്രാവശ്യം ദിനേന ആഖിറത്തിലേക്കുള്ള വഴി തുറന്നു. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ശരീരത്തിന്റെ ശക്തി, അതിന്റെ അവയവങ്ങൾ? ഈ ശരീരം നാം സംരക്ഷിക്കാൻ വേണ്ടി വളരെയധികം നാം ഉഷാർ. ഈ ഒരു ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് ഉള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
അള്ളാഹുവിന്റെ തിരുപ്പതിക്ക് വേണ്ടി ആ ശരീരത്തെ ത്യാഗം ചെയ്യുക. സ്വർഗത്തിലേക്കാ പോകുന്നു. സ്വർഗത്തിൽ അവർക്കുള്ള വിശ്വാസം എത്രയാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സഹാബാക്കളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു സഹാബി റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, നിങ്ങളാരും അനുമതി കൂടാതെ, എൻ്റെ അനുവാദം നിർദ്ദേശം കൂടാതെ മുന്നോട്ട് നീങ്ങി ഒന്നും ചെയ്യരുത് എന്നുള്ള ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയുണ്ടായി. പിന്നെ ഖുറൈശികൾ ബദറിലേക്ക് വന്ന് മുഅ്മിനീങ്ങളും ഒത്തുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഖൂമൂ ഇലാ ജന്നത്തിൻ അർദ് വസ്സമാവാതു വൽ അർദ്. സഹാബാക്കളെ, നിങ്ങൾ എണീക്കുവീൻ, ആകാശഭൂമികൾ കൂടിവെച്ച അത്ര വിശാലതയുള്ള സ്വർഗത്തിലേക്ക് എണീക്കുവീൻ. അപ്പോ എന്താണത്? ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രഖ്യാപനം ഇതാ, ആകാശഭൂമിയിൽ അത്ര വിശാലതയുള്ള സ്വർഗം സമ്പാദിക്കലുകൾ എണീക്കുവീൻ. ആ ഘട്ടത്തിൽ ഒരു സഹാബി അദ്ദേഹത്തിന്റെ ആയുധമിട്ട ചൗറയിൽ നിന്ന് ഏതാനും കാരക്കകളെ പുറത്തെടുത്തു എന്ന ഹദീസിൽ കാണുന്നത്. ഏതാനും കാരക്കളെ ഓളറയിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം തിന്നാൻ തുടങ്ങി. തിന്ന് പൂർണ്ണമാക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ കാരക്കകൾ തിന്നു കഴിയുന്നത് വരെ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഇത് ദീർഘമായൊരു ജീവിതമായി പോകും. ഈ കയ്യിലെടുത്ത കാരക്കകൾ മുഴുവൻ തിന്നുകൊണ്ട് ഞാൻ ഇവിടെ ജീവിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം ദീർഘമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കാരക്ക ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് ശത്രുപക്ഷത്തേക്ക് പോവുകയും ശക്തമായി പോരാടുകയും അദ്ദേഹത്തെ ഷഹീദാക്കപ്പെടുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈമാനികമായിരിക്കുന്ന ആവേശം എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പെണ്ണുങ്ങളെയും കുട്ടികളും ഇല്ലാത്തവരോ പെണ്ണ് കെട്ടാത്തവരോ ലോകത്ത് ഒരു നിയമത്തും ഇല്ലാത്തവരോ അല്ല. ഇതൊക്കെ നല്ല നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകളാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി അവർ ശരീരത്യാഗത്തിന് വരെ തയ്യാറായി. ഇതാണ് ബദരീങ്ങളുടെ ചരിത്രം. സ്വർഗത്തിലേക്ക് പോവുക. ആദ്യമായിട്ട് ആ യുദ്ധത്തിൽ ഷഹീദായത് ഈ പറഞ്ഞ ആളാണ് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി അബൂബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലിന് വെട്ടുകിട്ടി, കാവൂറിന്റെ ഭാഗത്ത് വെട്ടുകിട്ടി. അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ നിന്ന് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി ടെന്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് വേദനയാണ്. എന്താ വേദന? ഞാൻ യുദ്ധക്കളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിനാൽ എനിക്ക് രക്തസാക്ഷിത്വം ലഭിക്കുകയില്ലേ, ഷഹീദ് എന്ന മർത്തബ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഷഹീദ് എന്ന മർത്തബ കിട്ടുകയില്ലേ എന്നാണ്. മുസ്ലിമായി മരിക്കുന്നതിൽ, രക്തകളത്തിൽ മരിക്കുന്നതിൽ, മുസ്ലിമായി മരിക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന അവരാണ് ബദരീങ്ങൾ. സുഭിക്ഷമായ സുഖകരമായ ജീവിതത്തിന്റെ അടിമകളായ നാനും നിങ്ങളും വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കും. അള്ളാഹുവിന്റെ തിരുപ്പതിക്ക് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കും. അള്ളാഹുവിനെ മഹബത്ത് വെക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുക, ഇത് ഈമാനാണ്. അത് ഈമാനാണ്, അത് ഈമാനിന്റെ ഭാഗമാണ്. ആ ഒരു ഈമാൻ നിറഞ്ഞ ആളുകളായത് കൊണ്ടാണ് അവർ ശരീരത്യാഗത്തിന് തയ്യാറായത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഇസ്ലാം നിലനിർത്തണമെങ്കിൽ തന്നെ, ഇസ്ലാമിന്റെ കലിമ നിലനിർത്തണമെങ്കിൽ തന്നെ ആ യുദ്ധത്തിൽ ജയിക്കേണ്ടിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുധവും എണ്ണവും കുറഞ്ഞ ആ ബദരീങ്ങൾക്ക് വിജയം നൽകുകയുണ്ടായി. അവർക്ക് വലിയ ഫളീലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു, വലിയ സ്ഥാനം അവർക്ക് കൊടുത്തു. അവർക്കിനി വരാൻ പോകുന്ന തെറ്റുകൾ പോലും പുറത്തു കൊടുത്തു. ഇനി എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ തന്നെ എല്ലാം ഈ യുദ്ധത്തോടു കൂടി പുറത്തു കൊടുത്തു എന്ന് ചരിത്രത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീകളെ മേൽ വെളിവായി നോക്കി അവർക്ക് അത് അവർതു എല്ലാ ദോഷങ്ങളും അവർക്ക് പുറത്തു കൊടുത്തു. ഈ ഒരു ത്യാഗം 14 പേരാണ് ഷഹീദായത്. അല്ലാത്ത 300 ചില്ലാനമുള്ള മറ്റുള്ള ആളുകൾക്കും എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു. ഇതാ ബദരി. അപ്പൊ അവരെ കൊണ്ട് എട തേടുക എന്നുള്ള, മഹാന്മാരെ കൊണ്ട് എട തേടുക എന്നുള്ള ഒരു ചുറ്റുപാട് പഴയ കാലത്ത് തന്നെ നിലനിരുന്ന ഒരു കാര്യമാണ്. എട തേടുക, മഹാന്മാരെ കൊണ്ടും സാലിഹായ അമലുകളെ കൊണ്ടും മഹാന്മാരെ കൊണ്ടും എട തേടുക, അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന് പഴയ കാലഘട്ടത്തിൽ തന്നെ നടന്നു പോന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും തവസ്സുൽ നടന്നുകൊണ്ടിരുന്നു. നമ്മുടെ പൂർവികന്മാരുടെ കിതാബുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിലേക്ക് ധാരാളം തെളിവുകളും കാണാൻ സാധിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. അപ്പോൾ ബദരീങ്ങളെ കൊണ്ട് എട തേടിക്കൊണ്ട് പാവപ്പെട്ട നമ്മളെപ്പോലെയുള്ള ആളുകൾ അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ചെയ്ത കാര്യമായിരുന്നു. അതിന് തർക്കമില്ലാത്ത ഒരു വിഷയമായിരുന്നു അത് ആദ്യ കാലഘട്ടത്തിൽ. ബദർ വടപ്പാട്ടുണ്ടാക്കിയ മോയിൻകുട്ടി വൈദ്യർ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, വലിയ എല്ലാവരും ചരിത്രത്തിന് വേണ്ടി ചരിത്രത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മാരകമൊക്കെ ഉണ്ടല്ലോ. മഹാകവി മോയിൻകുട്ടി വൈദ്യർ കുണ്ടോട്ടി മേലങ്ങാടിയിൽ ആലുങ്ങൽ കണ്ടിയിൽ പാർക്കും ഓട്ടുപാറക്കൽ മോയിൻകുട്ടി വൈദ്യരാൽ ഉണ്ടാക്കപ്പെട്ട ബദറുമാല പാട്ടാവുന്നു. ഇതാ അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം വലിയ കിതാബിന് നക്കലായിട്ട് ഇവരുടെ പേരുകൾ, ഈ ബദരീങ്ങളുടെ പേരുകൾ ഉച്ചരിച്ചതിനാലെ പെരുത്ത് വേർക്ക് വിലായത്തെത്തി. പല ആളുകളും അല്ലാഹു തആലാന്റെ സാമീപ്യം കരസ്ഥമാക്കി ഈ ബദരീങ്ങളുടെ പേർ ഉച്ചരിച്ചതിനാല്. ബിഹഖിഹിം ദുആ തേടുകിൽ ബിരുത്തലേ ദിവശുദ്ധിലാകിലും കിട്ടുമുത്തിരമാജിലായി വീട്ട് റാഹിമയൻ കൊതി ബദരീങ്ങളെ വളർ ഹക്കിനാൽ. പാഴാവൂല, ബദരീങ്ങളെ കൊണ്ട് എട തേടി ദ്വാന്നാൽ പാഴാവൂല. അതിൻ്റെ രൂപം, അതിൻ്റെ പുലർച്ച നമ്മൾ ഉദ്ദേശിച്ച അതേ രൂപത്തിൽ വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രയോജനം, അതിൻ്റെ ഗുണം അതാ വിരുത്തലേത് ഹൊസുത്തിലാകിലും അതിവിടെ വെളിവാകുന്നത് നമ്മൾ വിചാരിച്ച രീതിയിലാവൂല. നമ്മൾക്ക് വലിയൊരു അപകടം തട്ടിപ്പോയി നോക്കുക, വലിയൊരു അപകടം തട്ടിപ്പോയി, ആ അപകടമേറ്റ സംഭവിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് നമ്മൾ ചികിത്സിക്കേണ്ടി വരും. എന്തോ ഒരു അത്ഭുതത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ എത്ര ഉറുപ്പ്യ കിട്ടി? അപ്പോ ഏതെങ്കിലും രൂപത്തിൽ ഈ എട തേടി ദ്വാർക്കുന്നതിനൊക്കെ ഉടൻ തന്നെ നേട്ടമുണ്ടാകുമെന്നാണ് ബഹുമാനപ്പെട്ടവർ കിതാബുകൾ പറഞ്ഞ വിഷയം ആ പാട്ടിൽ പറയുന്നു. അപ്പം ആ നിലക്ക് നമ്മളെ പഴയ കാലത്ത് തന്നെ ഒരു എട തേടലുണ്ടായിരുന്നു. അത് വീടുകളിലൊക്കെ നടന്ന് ഉള്ള ബദരീങ്ങളെ പേര് പറയാം. ബദർ മൗലൂദുണ്ട് പേര് പറഞ്ഞിട്ട്, ബദർ ബെയ്ത്ത് തന്നെ പലതുണ്ട്, പല ബെയ്ത്തുകളുണ്ട്. ഇവിടെ നമ്മൾ ചൊല്ലി പോരുന്നത് സാധാരണ ഒരു പുസ്തകത്തിൽ പഠിച്ചു പറഞ്ഞാൽ അത് വേറെ ഒരു ബെയ്ത്താണ്. അത് പല മോഡലിലുള്ള പല ഉലമാക്കളും ബദറുങ്ങളുടെ പേരിൽ ബെയ്ത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, പല ഉലമാക്കളും. അപ്പം അതൊക്കെ അന്ന് നാട്ടിലെ ഔഷധങ്ങളായി, മരുന്നുകളായി വീടുകളിൽ ഉപയോഗിച്ചിരുന്നു. പലരും ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു. അതിപ്പോൾ അങ്ങനെ നശിച്ച് വീടുകളിൽ നിന്നൊക്കെ പോയപ്പോൾ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും ഇതൊക്കെ അധികരിച്ച് വന്നപ്പോൾ പല ഖുർആനോത്തും അതുപോലെ പല നല്ല കാര്യങ്ങളും കുറഞ്ഞ മാതിരി ഇമ്മാർക്ക് എടുത്തു പോയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളത് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള നിലക്ക് അങ്ങനെ തുടക്കം കുറിച്ച് മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുക. പല എഴുത്തുണ്ട്. എൻ്റെ അടുത്തൊരു ബദർ എഴുത്തുണ്ട്. ഒരു വലിയൊരു ഷേഖ് ആളെ തൊട്ടിങ്ങനെ പോകുന്നതാ. അദ്ദേഹം വസിയത്ത് ചെയ്തിരിക്കുന്നത് ഇത് അച്ചടിക്കരുത്, മഷൂണ്ട് എഴുതണം. അത്ര ബഹുമാനാണ് ബദരീങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്നത്.
അദ്ദേഹം വസിയത്ത് ചെയ്ത് അച്ചടിച്ച് കാണാൻ അതൊരു കയ്യോണ്ട് എഴുതി ബഹുമാനം പാലിക്കണം എന്ന്. അപ്പം ഞാനതൊരു മൂലയിലേക്കൊന്ന് അറബി മഷി കൊണ്ട് എഴുതി കാണ്ട് ഇന്ത്യയൊക്കെ ഉണ്ടത്. ഞാനത് രാത്രിയൊക്കെ നീച്ചിക്കാണ്ട് കുറേ മുമ്പൊക്കെ ഞാൻ കുറേ ശല്യം ചെയ്തിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഒഴിവിട്ടൂല. അപ്പോൾ അതിൽ ആ വസിയത്ത് ചെയ്തേക്കുക കയ്യോണ്ട് അറബി മഷി കൊണ്ട് എഴുതി കാണ്ട് ചെയ്യണം. അപ്പോൾ ആ അത്തരം മഹാന്മാരൊക്കെ ആ പേര് എഴുതുന്നോടത്തു കൂടി ബഹുമാനവും അതവും പാലിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ അതിൻ്റെ സ്ഥിതി? അത്രമാത്രം മഹത്വമാണ് ആ അസ്മാക്കൾക്ക് ഉണ്ടാകുന്നത്. അപ്പം ആയതുകൊണ്ട് ആ മഹാന്മാരുടെ ദിക്ർ, അവരെ സ്മരണ, അവരുടെ ഇടത്തേട്ടം നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഒരു ഈമാനികമായ ഒരാവേശം നമ്മൾക്ക് നിലനിൽക്കണം. ഇപ്പം നമ്മൾ ആത്മീയ ശാസ്ത്രമാണ്, ബഹുമാനപ്പെട്ട തങ്ങളവർ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നിലകളിലും വിജയം തുറന്നു തരട്ടെ. അതൊക്കെ നൽകും. നമ്മൾ പിന്നെ എന്താ അറിയോ, സഭന് വിട്ടുപോയാൽ, സദസ്സന് വിട്ടുപോയാൽ, പിന്നെയും ഈ ഭൗതികമായ ചുറ്റുപാടിലേക്ക് ലയിച്ചാൽ നമ്മുടെ ആത്മീയത കുറയാണ്. അങ്ങനെ വരരുത്. നമ്മൾ ഈ കൊല്ലം വാർഷികം കഴിച്ചു, അടുത്ത കൊല്ലം വാർഷികം കഴിക്കുമ്പോഴേക്ക് ഈ വാർഷികത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ആത്മീയമായ ഒരു ഉയർച്ച, ഒരു സ്റ്റേജ് പൊങ്ങണം. അടുത്ത കൊല്ലം അതിലേറെ പൊങ്ങണം. നമ്മളിപ്പോൾ ആത്മീയത ഈ ശാസ്ത്രം ഉണ്ടായി തീർന്നു, മെല്ലെ കീപ്പട്ട് അടിച്ചു. അടുത്ത വാർഷികം ആയപ്പോൾ കുറേ ബാക്കിക്ക് പോയി. പിന്നെ വാർഷികത്തിൽ കയറിയാലും ആദ്യത്തെ അവിടേക്കേ കയറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് ഉൾക്കൊണ്ട് ഒരു ഹൃദയത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇതിന് വേണ്ടിയത്. ഈ ലോകത്തെ ചെറുതായി കാണുക എന്നുള്ളത് അതൊരു വലിയ വിഷയമാണ്, വലിയൊരു വിഷയമാണ്. ഈ ലോകത്തെ വലുതായി കണ്ടാൽ, വലിയ വിഷയമായി കണ്ടാൽ അല്ലാഹു തആലാന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവില്ല. 24 മണിക്കൂറാണ് ഒരു ദിവസം ഉണ്ടെങ്കിൽ കുറേ നമ്മൾ ഉറങ്ങിയിട്ടും ഭക്ഷണം പല അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യം സുഗമമാക്കുന്ന ലക്ഷ്യങ്ങളിൽ മാത്രം വ്യാപൃതരായാൽ അള്ളാഹുവിനെ കൊള്ളുള്ള ഈ തിരിഞ്ഞു നോട്ടം, ഈ സഞ്ചാരം നമുക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ ഒരു പതിവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ബോധത്തോടു കൂടി ഒരു ഹൃദ്യമായ ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമായി മാറണം. അപ്പോഴേ ആത്മീയത ഉണ്ടാവുള്ളൂ, നമ്മളെ ആത്മീയമായ ഒരു പുരോഗമനം ഉണ്ടാവുള്ളൂ. കാര്യങ്ങൾ ഹൃദയത്തിൽ തട്ടണം. നാമ കൂടി അങ്ങനെ പോയത് മാത്രം പോരാ, അത് നല്ല തന്നെയാണ്. ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുമ്പോഴേ ആത്മീയമായി നമ്മൾ ഉയരുകയുള്ളൂ. പ്രശ്നങ്ങളും പരാതികളൊക്കെ നമുക്കുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ അത് മാത്രം സലാമത്താക്കാൻ വേണ്ടി നമ്മൾ മജ്‌ലിസുന്നൂർ സംഘടിപ്പിക്കാമെന്ന് കരുതരുത്. ഓരോ ദുന്യവിചാരക്ക് ഉദ്ദേശങ്ങളെ വീടി കിട്ടാൻ വേണ്ടി എന്നുള്ള ലക്ഷ്യം നമ്മൾ വെക്കരുത്. അതൊക്കെ അല്ലാഹു തആല നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ വേണ്ടുകണ്ടെങ്കിൽ വീടി തരും. നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് അടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത്. ആ നിലക്കാണ് ഇതിനെ നമ്മൾ ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ആണ്ട് നമ്മൾ കൊണ്ട് ആ മാസമുള്ളത്, അവരൊക്കെ എന്താ ചെയ്തത്? അവരൊക്കെ എത്രമാത്രം ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. സുന്നത്തായ അമലുകൾ അങ്ങനെ ചെയ്ത് അവരൊക്കെ അല്ലാഹു തആലാന്റെ സ്വന്തം ആളുകളായി പോയില്ലേ? നമുക്കും അങ്ങനെ ആവാ. നമ്മൾ ശ്രദ്ധിക്കായിട്ടാണ്. എല്ലാവരും ഒരേ മർത്തബാവൂല, എന്നാലും ശ്രദ്ധിച്ചാൽ അല്ലാഹുവിനെ കൊള്ള അടുക്കാനുള്ള മാർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ കൊള്ള അടുക്കാനുള്ള മാർഗം ലോകാവസാനം വരെ തുറക്കപ്പെട്ടിരിക്കുകയാണ്, അടക്കപ്പെടുന്നില്ല. അല്ലാഹു തന്നെ പറയുന്നതായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, ആരെങ്കിലും എന്നെ കൊള്ള ഒരു ചാൺ അടുത്താൽ ഞാൻ അവനെ കൊള്ള ഒരു മുഴം അടുക്കും. ആരെങ്കിലും എന്നെ കൊള്ള ഒരു മുഴം അടുത്താൽ ഞാൻ അവനെ കൊള്ള ഒരു മാർ അടുക്കും. ആരെങ്കിലും എന്നെ കൊള്ള നടന്നു വന്നാൽ
അതൈതുഹു ഹർവലത്തൻ, അതിലേറെ വേഗത്തിൽ ഞാൻ അവന്റെ അടുത്ത് ചെല്ലും. അഥവാ അടിയൻ, പാവപ്പെട്ട അടിമ, ഈ ദോഷിയായ അടിമ അള്ളാഹിനെ കൊള്ളെ കുറച്ചങ്ങോട്ട് അടുക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങളാണ് ഈ അടിയനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. വളരെ സ്നേഹം, അള്ളാഹു താലാന്റെ വളരെ മഹബത്ത് ഈ വ്യക്തിയോട് അള്ളാഹു താലാക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അടുക്കുവാനുള്ള മാർഗം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാവണം. അതാണ് പറയാനുള്ളത്. ബദരീങ്ങളുടെ സ്മരണ അയവറക്കിക്കൊണ്ട് അലൈഹിസ്സലാം നമ്മളെ മുഖ്യ പ്രഭാഷകൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, അദ്ദേഹത്തിന് വിട്ടു. അപ്പോ അള്ളാഹുവിനെ കൊള്ളെ അടുക്കാനുള്ള വാതിൽ അടക്കപ്പെട്ടിട്ടില്ല. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാൽ അടക്കപ്പെട്ടു. റൂഹ് തൊണ്ടൻകുഴിയിലെത്തിയാൽ അടക്കപ്പെട്ടു. നമുക്ക് റൂഹ് തൊണ്ടൻകുഴിയിൽ എത്തിയിട്ടില്ല. സൂര്യൻ പടിഞ്ഞാറിന് ഇപ്പൊ അസ്തമിച്ചില്ല. സാധാരണമാര് പടിഞ്ഞാറ് ഉദിച്ചിട്ടില്ല. രണ്ട് വാതിലുകളും ഇപ്പൊ ഉണ്ട്. അപ്പോ അവര് ബദരീങ്ങളും അതുപോലെയുള്ള നമ്മളെ പൂർവികന്മാരായ ഔലിയാക്കളും അല്ലാഹു തആലാനെക്കുള്ള അടുത്ത ആ രൂപം ഇവിടെ ഉണ്ട്. അത് ഉൾക്കൊള്ളാൻ തയ്യാറാവും. അപ്പോഴാണ് ആത്മീയമായി നമ്മൾ ഉണരുന്നത്. സൂഫിയന്മാർ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഅമത്തുകൾ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. നിഅമത്തുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആ നിഅമത്തിന്റെ ശുക്റായി അല്ലാഹു തആലാനെക്കുള്ള അടുത്തില്ല എങ്കിൽ അല്ലാഹു തആല ചിലപ്പോൾ ചങ്ങലക്കിട്ട് വലിക്കും. ധാരാളം നിഅമത്തുകൾ കൊടുത്തു. ആ നിഅമത്തിലൂടെ അല്ലാഹു തആലാനെ അടുത്തില്ല. നമ്മളൊക്കെ നിയമത്തിന്റെ വാഗ്ദാക്കളാണ്. ഒരു പുല്ലിട്ട പെരകളുണ്ടോ ഭൗതികമായിരിക്കുന്ന നിയമത്ത് ചിന്തിച്ചു നോക്കാണ്. പഴയ കാലത്ത് മാറി പെരപ്പുല്ല് എന്ന് പറഞ്ഞാൽ കുട്ടിയാൾക്ക് അറിയോ? മദ്രസിലെ കുട്ടിയാൾക്ക് അറിയാവോ പെരപ്പുല്ല് പറഞ്ഞാല്? പഴയ കാലത്ത് തെങ്ങിന്റെ ഓല മുടഞ്ഞിട്ട് അതിന്റെ മേലെ പെരപ്പുല്ല്, അവിടെയൊക്കെ ചിലപ്പോ ഈ പറമ്പ് സ്ഥലത്തൊക്കെ പെരപ്പുല്ലുണ്ടാവും. ഇപ്പൊ കുട്ടിയാൾക്ക് അറിയില്ല. ആ പെരപ്പുല്ല് മേയുക. ഞാൻ ഓതാൻ പോയ എനിക്ക് ചെലവ് തന്നീനെ, ഞാൻ വാക്കുസ്ഥാനത്ത് ഓതാൻ എനിക്ക് ചെലവ് തന്നീനെ, ആ വീട്ടുകാരന് അങ്ങനത്തെ പെരിയിലേനു. ഒരു 30 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അപ്പൊ മഴ പെയ്യാ ചിലപ്പോ ചേരാട്ട ചാടും. ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മയങ്ങനെ വെച്ചുമ്പോ ആ ഓലന്റെ ഉള്ളിൽ ചേരാട്ടാന സാരണ്ട് ചുരുണ്ടടക്കണേ, അത് ചാടും. ആ പെരകളൊക്കെ അസ്തമിച്ച് മൃഗങ്ങളുടെ തൊഴുത്തുകൾ പോലും, പശുക്കളെ കെട്ടുന്ന തൊഴുത്തുകൾ പോലും ആധുനികവൽക്കരിച്ചുകൊണ്ട് സൗഖ്യത്തിന്റെ, ആർഭാടത്തിന്റെ, ആസ്വാദനത്തിന്റെ വാഗ്ദാക്കളായി നാം അധപതിച്ചു. ഇതിനുള്ള ശുക്രുകൾ ഇവിടെ, ഇതിന്റെ ശുക്ർ ഇവിടെ. ഒരു പഞ്ചായത്തിലാണെങ്കിൽ, ഒരു മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റുള്ള വീടിന് ഇത്ര നികുതിന്ന് കണക്കുണ്ട്. 2000 സ്ക്വയർ ഫീറ്റിന് തോനെ നികുതി കൊടുക്കണം. എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം നിഅമത്ത് നൽകിയിട്ട് ശുക്രിന്റെ ഭാഗം കുറഞ്ഞു പോയാൽ ഹികമിൽ പറയുന്നു, ഖീദ ഇലൈഹി ബിസ്സലാസിലി, ചങ്ങലകളെ കൊണ്ട് അല്ലാഹുവിനെക്കൊള്ള മടക്കപ്പെടും. ചിലപ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണം ആ നിഅമത്തുകളൊക്കെ നീങ്ങി ക്ഷീണിച്ച് അല്ലാഹുവിലേക്ക് എത്തി. സുഖത്തിന്റെ കാലഘട്ടത്തിൽ, ആസ്വാദന കാലഘട്ടത്തിൽ ടുണ്ടുള്ള മെഷീനേറ്റാ നടന്നത്. യാതൊരു ഹൈറും നന്മയില്ല. ശുക്രിന്റെ വാർത്തക്കില്ല, പള്ളിക്കലില്ല, നല്ല സാസുരില്ല, നല്ല സുഖമാണ്. കോടിക്കണക്കിന് ആസ്തികളുണ്ട്, ദാനധർമ്മങ്ങളില്ല, ശുക്രില്ല, കുടുംബത്തിൽ പാവപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നില്ല. എത്രയോ അല്ലാഹുവിനെക്കുള്ള അടുക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുകയും നിയമത്തിൽ കൊടുക്കുകയും ചെയ്തിട്ട് ശ്രദ്ധിക്കാതെ പോയാൽ ഒരു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു വയറ്റുന്നോക്ക് തുടങ്ങിയാൽ മതി.
കരിക്ക് കുടിച്ചു നോക്കി, എണ്ണയും കുടിച്ചു നോക്കി, അന്ന് നിൽക്കണില്ല. ഗുഗപ്പൊടി ഇളക്കി കുടിച്ചു, അത് നിൽക്കണില്ല. അന്ന് ആശുപത്രി പോട്ടെ, ക്ഷീണിച്ചു. ഇതാ അവസ്ഥ. പിന്നെ മുജ ദ്വാരക്കണം കേട്ടോ, ഞാൻ വലിയ ക്ഷീണത്തില, മരുന്ന് കുടിച്ചോ സുഖമില്ല, തിന്നാൻ വേണ്ട, മുജരെ ദ്വാരക്ക കേട്ടോ, ഞങ്ങൾ ബാബ ദ്വാരക്ക കേട്ടോ. ഇതൊക്കെ അപ്പൊ തങ്ങളെ ബാബി മോലിയർ ബാബിയൊക്കെ മുമ്പുണ്ടായിരുന്നു. ആക്ക് ഓല് മുമ്പുണ്ടായിരുന്നു. കണ്ടാ വർത്താനം പറയാനോ ഒന്ന് ചിരിച്ചാനോട് ഒഴിവില്ലാതെ പോവുകയും. ഇപ്പൊ എന്തേ ഒരു മാറ്റം എന്തേ? പള്ളികളൊക്കെ നേരത്തെ ജുമയൊക്കെ നേരത്തെ വരുന്നു. എന്തേ തിരിഞ്ഞു. അലോപ്പതി നോക്കി മോലിയരെ കാര്യമില്ല, മറ്റേ യൂനാനി നോക്കി കാര്യമില്ല, മറ്റേ കസായം കുടിച്ചു അത് പോയില്ല, അടക്ക പോയി കാര്യമില്ല. പടച്ചമ്പുരാൻ സുഖം തന്നെങ്കിലേ സുഖമുള്ളൂട്ട മൂല്യരെ. അപ്പൊ കാക്ക, ഞാനിപ്പോ 2-3 വട്ടം നിങ്ങളെ നാട്ടിൽ ഈ വയൽ കണ്ടിട്ടുള്ളോ പടച്ചമ്പുരാൻ തന്നാല് സുഖമുള്ളൂന്ന്. നിങ്ങൾ കേട്ടില്ല. ഇപ്പൊ അനുഭവത്തിൽ വന്നപ്പോഴാ. അപ്പൊ നിയമത്തിലേക്ക് നമ്മൾ അള്ളാഹുനൊക്കെയുള്ള അടുക്കാനാൽ ചിലപ്പോൾ അള്ളാഹു മുസീബത്തിന്റെ അപകടങ്ങളുടെ വഴികളിൽ നമ്മളെ അടുപ്പിക്കും. ഓലെക്കൊണ്ട് ഹൈറ് അള്ളാഹ് ഉദ്ദേശിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ പോയി ആയിക്കോട്ടെ, എത്തേലും ആയിക്കോട്ടേക്കും. ഇല്ല, നന്മ ഉദ്ദേശിച്ച മുസീബത്ത് വന്ന് അള്ളാഹുനെ അടുപ്പിക്കും. അപ്പൊ നമ്മൾ പേടിക്കണം. ബദരീങ്ങളൊക്കെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ചില്ലറനെ വാങ്ങുന്നത് നോട്ടാലും പറ്റൂലല്ലേ. 50 രൂപ തന്നാണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണം. അപ്പോ ഹൈറായ മാർഗത്തിലൂടെ ജീവിതത്തെ, അവയവങ്ങളെ സൂക്ഷിക്കുക, കൽബ് സൂക്ഷിക്കുക. ഇവിടെ ഈ ദുനിയാവ് ഇങ്ങനെ ചൊറുക്കിലിങ്ങനെ പത്രാസായിട്ട് വരികയാണ്. ഓളെന്തോരം ചൊറുക്കറിയോ, കെട്ടികളാ ഇങ്ങനെ തോന്നും. നേരെ കുഴപ്പം അങ്ങോട്ട് നോക്കാണ്, എന്തോരം ചൊറുക്കൊക്കെ ചൊറുക്കുകളാണിത്. രാത്രിയൊക്കെ അങ്ങാടിക്ക് പോയാല്, നമ്മളെ മുസ്ലിം അങ്ങാടിയൊക്കെ പോയി എന്തോരം ചൊറുക്ക, ഒരു ചൊറുക്കാണ്. പഴയ കാലത്തെ മാർക്കല്ല. തുണിസാബിലൊക്കെ പ്രതിമകളെങ്ങനെ നിർത്തിക്കുക, ആണുങ്ങളെയും പട്ടിയും കൊലുതാ വാങ്ങിക്കൊടി സാരിയും പോച്ച നിൽക്കുക, ജീവല്ലാത്ത പ്രതിമകള്. അത്തരെ അധവദിച്ചു. പ്രതിമകളെ നിർത്തിയിട്ട് കച്ചവടം ചെയ്യണം, അടുത്തെത്തി. ഇതൊക്കെ നമ്മളെ അവസ്ഥ. അപ്പം മഴ ലേശം ബഗ്ഗിച്ചിട്ട് റഹ്മാനാ റബ്ബിനൊന്നും പറയണ്ട. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളൊരു മടക്കം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതാ മഴ പോയാ കറണ്ടില്ലെങ്കിൽ ഡിജിറ്റലില്ല, നോട്ട് വേണ്ട, ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നെക്കി കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും തന്നില്ലേ, എന്നൊക്കെ കറണ്ട് വേണ്ടി വരും, ഒക്കെ കുടുങ്ങും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുനൊക്കെയുള്ള അടുക്കാൻ വൈകണ്ട. ഈ മജ്ലിസുന്നൂറ് കഴിയുമ്പോഴേക്ക് തന്നെ അള്ളാഹുനൊക്കെയുള്ള അടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടി, പ്രത്യേകിച്ച് യുവ സുഹൃത്തുക്കൾ കളിയിലും വിനോദത്തിലും വ്യാപൃതരാവാതെ തന്റെ ആയുസ്സുകൾ വിലമതിച്ചതാണെന്നും ലോകത്തിലെ ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാൽ അന്ത്യശ്വാസത്തെ മറിക്കാൻ സാധ്യമല്ല. ഇത് നാം കണ്ടറിയണം. അപ്പൊ ആയുസ് അമൂല്യമാണ്, വിലമതിക്കാൻ സാധിക്കാത്തതാണ്. അത് എന്തിൽ ചെലവാക്കിയെന്ന ചോദ്യം നാളെ ആഖിറത്തിൽ ഉണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ആയതുകൊണ്ട് ഒരു നല്ല കാര്യം ചെയ്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷം. ഒരു മോശമാണ് സംഭവിച്ചതെങ്കിൽ നഊദു ബില്ലാഹ്, ഉടൻ അസ്തഗ്ഫിറുല്ലാഹ്. ജീവിതത്തിന്റെ ശൈലി, സുബൈക്ക് നമുക്ക് രാവിലെ എണീറ്റാന്നാ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ. ഉറക്കത്തിൽ നമ്മളെ ഹയാത്ത് നൽകിയ അല്ലാഹുവിന്റെ സർവസ്തുതിയും. അപ്പൊ ആ പറയാൻ സാധിച്ചതിന് പിന്നെ അൽഹംദുലില്ലാഹ് അറിയണം. അത്രയാണ് നിയമത്തിന്റെ വലുപ്പം. അത് പറയാൻ സാധിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. പിന്നൊരു മോശത്തരം നമ്മളെയൊക്കെ വന്നാൽ അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ പോയി അവസാനം മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന ഒരു ചുറ്റുപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിനെക്കുള്ള ഇനി ആയുസ് ഫുള്ളായി നമുക്ക് അല്ലാഹുവിനെക്കുള്ള കൂടുതൽ അടുക്കുവാനുള്ള സന്മനസ്സും ചുറ്റുപാടും അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ
അമലുകൾ പാകപ്പുറമുള്ളതാണെങ്കിലും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമുക്ക് അവൻ്റെ ഓസാരമായി പ്രതിഫലം നൽകട്ടെ. നമ്മുടെ എത്തുകൂടൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇവിടെ സംഭാവന ചെയ്തവരും പല നന്മകളും ചെയ്തവരുണ്ട്. അവരുടെ ദുന്യവും ഉഖ്റവിയുമായിരിക്കും ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ച് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആയത്ത് ഓതിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവരോടും ദുആക്ക് വസിയത്ത് ചെയ്തുകൊണ്ടും ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.